സീരിയൽ സെറ്റിൽ വെച്ചാണ് തൻ്റെ സോൾമേറ്റായ പ്രേമിനെ സ്വാസിക കണ്ടെത്തിയത്. ആഗ്രഹിച്ചതുപോലൊരു പങ്കാളിയെ കണ്ടെത്തിയതോടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം. വെഡ്ഡിങ്ങിന് ശേഷം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കുമായി വിവിധ ഇടങ്ങളിൽ സൽക്കാരവും താരദമ്പതികൾ ഒരുക്കിയിരുന്നു. സ്വാസിക മലയാള സീരിയൽ, സിനിമാ മേഖലയിൽ തിരക്കുള്ള താരമാണെങ്കിൽ പ്രേം തെലുങ്ക്, തമിഴ് സീരിയൽ മേഖലയിൽ തിരക്കുള്ള നായക നടനാണ്. അതിനാൽ തന്നെ വിവാഹശേഷം ഒരുപാട് ദിവസങ്ങളൊന്നും ഇരുവർക്കും ഒന്നിച്ചു കഴിയാനും യാത്ര ചെയ്യാനും ലഭിച്ചിട്ടില്ല. എങ്കിലും ഇതിനോടകം 2-3 രാജ്യങ്ങളിലേക്ക് ഹണിമൂൺ ട്രിപ്പുകൾ നടത്തി. തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായി സ്വാസിക ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ താരം പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. പ്രേമിനെ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ ഷൂട്ടിംഗ് സെറ്റിൽ പോയി കയ്യോടെ പിടികൂടി കുറച്ച് ക്വാളിറ്റി ടൈം ഒരുമിച്ച് പങ്കിട്ടതിൻ്റെ സന്തോഷമാണ് സ്വാസികയുടെ പുതിയ വീഡിയോയിലുള്ളത്. വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന നീ ഞാൻ കാതൽ എന്ന സീരിയലിലെ നായക വേഷമാണ് പ്രേം ഇപ്പോൾ ചെയ്യുന്നത്. രാഘവ് എന്നതാണ് കഥാപാത്രത്തിൻ്റെ പേര്. വർഷിനി സുരേഷാണ് നായിക. ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നും ഇടവേള ലഭിച്ചതിനാലാണ് ഭർത്താവിനെ കാണാൻ സ്വാസിക ചെന്നൈയിലേക്ക് പറന്നെത്തിയത്. സ്വാസികയ്ക്ക് ഫാൻസി ആഭരണങ്ങളോടുള്ള ഇഷ്ടം മനസ്സിലാക്കി അത്തരം മാലയും കമ്മലും വിൽക്കുന്ന ഷോപ്പിലേക്കാണ് ആദ്യം പ്രേം കൊണ്ടുപോയത്. ശേഷം പ്രേമിൻ്റെ സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിൽ സ്വാസിക ഏറെ നേരം സമയം ചെലവഴിച്ചു. പ്രേമിനെ പോലെ തന്നെ വളരെ മനോഹരമായി തമിഴ് സംസാരിച്ച് സെറ്റിലുള്ളവരിൽ ഒരാളെപ്പോലെ സ്വാസികയും അവിടെ ചെലവഴിച്ചു. പ്രേമിനൊപ്പം അഭിനയിക്കുന്ന താരങ്ങളെയെല്ലാം വീഡിയോയിൽ സ്വാസിക ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചെന്നൈയിൽ എത്തിയതിനു ശേഷം ഫുഡ് എക്സ്പ്ലോറിംഗിലാണ് ഇരുവരും ഏറെയും സമയം ചെലവഴിച്ചത്. ഇത്തവണ സ്വാസികയെ പോലെ തന്നെ പ്രേമും വ്ലോഗ് വീഡിയോയിൽ വളരെ ആക്റ്റീവായി നിന്നത് പ്രേക്ഷകർക്ക് സന്തോഷം പകർന്നു. പുതിയ വീഡിയോയ്ക്ക് വന്ന കമന്റുകളിൽ ഏറെയും പ്രേമിനെ കുറിച്ചായിരുന്നു. സ്വാസികയോട് പ്രേമിന് ആദ്യ നാളുകളിൽ ഇഷ്ടം കുറവുള്ളതുപോലെ തോന്നിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴുള്ള വീഡിയോയിൽ അത് തോന്നുന്നില്ലെന്നും പ്രേം വളരെ ഓപ്പണായി തുടങ്ങിയെന്നും അത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും ചിലർ കുറിച്ചു.